ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക് ഫ്രം ഹോം ആണ്. സോ അതിന്റെ എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ ഇന്ന് രാവിലെ എണീറ്റത്. കാരണം ഇന്ന് ഓഫീസിൽ പോകേണ്ട, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി, ആ ഒരു ഹാപ്പി മൂഡിലാണ് ഞാൻ എണീറ്റത്. ഞാൻ ഇന്നൊരു 7:30 ആകുമ്പോഴത്തേക്കാണ് എണീറ്റത്. ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെ വർക്ക്, എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫേസിൽ മസാജ് ചെയ്യാറുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയപ്പോൾ ആദ്യം അവിടെ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പുട്ടിനുള്ള തേങ്ങ ചിരവിയിട്ട്. അപ്പൊ ഞാൻ കുട്ടീനെ നോക്കിയിട്ട് കുറച്ച് സമയം ഇരുന്നു. കാരണം ചേച്ചി കിച്ചണിൽ പുട്ടും കടലയും ഉണ്ടാക്കണമായിരുന്നു. ഏച്ചിയും കുട്ടിയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നതേ മനസ്സിലാവില്ല. കാരണം വാവന്റെ കൂടെ കളിച്ചിരിക്കാൻ നല്ല രസമാണ്. ഒരു 8:30 ആയപ്പോൾ ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ക്ലീനിങ് ആണ്. ക്ലീനിങ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ജോബാണ്. ഞാൻ പാത്രം കഴുകുന്നത് കണ്ടാൽ ഹോട്ടലിൽ പാത്രം കഴുകുന്നത് പോലെയെന്നാണ് എന്റെ അമ്മ പറയാറ്. കാരണം ഞാൻ ഭയങ്കര സ്പീഡിലാണ് പാത്രം കഴുകാറ്. നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചേച്ചിയുടെ അടിപൊളി പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞാൻ കഴിക്കുമ്പോൾ ഒരാൾ താഴെ നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി. ഈവനിങ് നമ്മൾ കോഫിയാണ് കഴിച്ചത്. അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ കുറച്ച് ഡ്രസ്സസ് വേണമായിരുന്നു. കാരണം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ചൂടായതുകൊണ്ട് വീട്ടിലിടാൻ പറ്റിയ കുറച്ച് കംഫി ആയിട്ടുള്ള ഡ്രസ്സസ് വേണമായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു മുഴപ്പിലങ്ങാടുള്ള ഒരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ അവിടെ നിന്ന് ഒരു 2 സെറ്റ് ഡ്രസ്സാണ് എടുത്തത്. പിന്നെ നേരെ മുഴപ്പിലങ്ങാട് സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി നമ്മൾ കൂന്തൽ വാങ്ങിച്ചു. ഇന്ന് നൈറ്റ് നമ്മൾ കൂന്തൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൂന്തൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറച്ച് റെസിപ്പീസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നൈറ്റ് നമ്മൾ ഈ ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മൾ എല്ലാവരും കൂടി നൈറ്റ് യുനോ കളിക്കാനിരുന്നു. നിങ്ങളിപ്പോ കാണുന്നത് ആദ്യം എന്നെ വെല്ലുവിളിക്കുന്നതാണ് യുനോയിൽ ജയിക്കുന്നുള്ളത്. അറ്റ് ലാസ്റ്റ് അവൻ തന്നെ ജയിച്ചു. യുനോ ഒക്കെ കളിച്ച് നമ്മൾ കിടക്കാൻ ലാസ്റ്റ് ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ടും ടുമോറോ കാണാം. ബൈ.